ഈ ഒരു വീഡിയോ നമ്മൾ ടൂർ പോയതിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. ഇതോടുകൂടി നമ്മളുടെ ടൂർ വീഡിയോ അവസാനിക്കുകയാണ് കേട്ടോ. ഞങ്ങളിതേ ഒരു ഡൈനോസറിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് സത്യം പറയാലോ ഇത് നന്നായി തല കറങ്ങണ ഒരു റൈഡാണ് കേട്ടോ. എനിക്ക് നന്നായി തല കറങ്ങി. ഞാനൊരു അധികം ഒരു റൈഡിലും കയറാത്തത് കൊണ്ട് ഞാൻ ഒന്ന് കയറിയെന്ന് മാത്രം. ഞാൻ രണ്ട് മൂന്ന് റൈഡിൽ മാത്രമേ കയറിയിട്ടുള്ളൂ. ബാക്കിയുള്ളതിലൊന്നും കയറിയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് തലകറക്കമോ ഛർദിയൊക്കെ തോന്നും. അപ്പോൾ പിന്നെ വേറെ ആരും ഇല്ലല്ലോ, നമ്മുടെ ഫാമിലിയുടെ കൂടെ അല്ലല്ലോ പോയെടുക്കണത്. മറ്റുള്ളവരെയും കൂടി നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നുള്ളത് നിർബന്ധം എനിക്കുള്ളത് കൊണ്ട് ഞാനൊരുവിധം റൈഡിലൊന്നും കയറില്ല. ഒക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നടക്കുക, അതായിരുന്നു എൻ്റെ മെയിൻ പരിപാടി. അപ്പം അങ്ങനെ ഇതേ കുട്ടികളെന്നൊക്കെ എല്ലാ റൈഡിലും ചാടി പിടിച്ച് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇതേ പൂളിൽ ഞാൻ ഇറങ്ങുന്നില്ല എന്ന് വിചാരിച്ചതായിരുന്നു. ആനി ടീച്ചർ വന്നിട്ട് ഇതേ കിച്ചുവിൻ്റെ അടുത്തുണ്ടായി. കിച്ചുവിന് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് വെച്ചാലും കുറച്ച് നേരമൊക്കെ അതിൽ കളിച്ചു കേട്ടോ. പൂളിൽ ഇറങ്ങണത് ഒരുപാട് വീഡിയോ ഞാൻ എടുത്തില്ല. ഓരോരുത്തർ ഓരോ തരം ഇതും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായി തോന്നണ്ടെന്ന് വിചാരിച്ചിട്ട് വേവ് പൂളിൻ്റെയും നോർമൽ പൂളിൻ്റെയൊക്കെ ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്പ് മാത്രമേ ഞാൻ എടുത്തുള്ളൂ കേട്ടോ. പക്ഷെ അടിപൊളി, നല്ല രസമായിരുന്നു. കുഞ്ഞു മക്കളാവുമ്പോഴേ എനിക്ക് ടെൻഷനാണ്, ജലദോഷവും പനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമോ എന്നുള്ളൊരു ടെൻഷൻ കാരണമുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. പിന്നെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി ഇവിടെ വന്നിട്ട് ഇതേ ഇവിടെ ഒരു ക്യാൻറ്റീൻ പോലെ ഒരു സംഭവമുണ്ട്. അവിടെ നിന്ന് ചായയും സ്നാക്സും ഒക്കെ വാങ്ങിച്ച് കഴിച്ചു. ടീച്ചറുടെ വക ഐസ്ക്രീം ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. അവിടെ നിന്ന് 2-3 ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോരാനുള്ള ഒരു പുറപ്പാടിലാണ്. കുറേ നേരം അവിടെയൊക്കെ ഇരുന്ന് ആസ്വദിച്ചു കേട്ടോ. മനസ്സിന് നല്ല സമാധാനമൊക്കെ കിട്ടി. നമുക്ക് ടെൻഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇതുപോലെ കുറച്ച് നേരം എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് മാറിയിരിക്കണം. എവിടേക്കെങ്കിലും പോവുകയും സ്ട്രെസ്സൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഹാപ്പി ആവുക, അതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വളരെ വേണ്ടപ്പെട്ട ഒന്നാണെന്ന് പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. പക്ഷെ പോകാൻ അവകാശം സമയമൊന്നും കിട്ടാറില്ല എന്ന് മാത്രം. അങ്ങനെ വീണ് കിട്ടിയൊരു അവസരം ഞാൻ പാഴാക്കിയില്ല എന്ന് ഞങ്ങളെല്ലാവരും കൂടി പോയി. മക്കൾ കൂടെ ഉണ്ടാകുമ്പോൾ ഒരു സമാധാനമാണല്ലോ. പക്ഷേ അവസാനം എല്ലാം കഴിഞ്ഞ് ബസ്സിൽ തിരിച്ചു കയറുമ്പോൾ ഒരു സങ്കടമുണ്ട്. ഇനി എൻ്റെ മോൻ UKGന്ന് പോരല്ലേ, അപ്പോൾ ഇങ്ങനെ ഒരു ഫാമിലിയുടെ കൂടെ ഇനി പോകാൻ പറ്റില്ലല്ലോ. നമ്മളെ ഈ ഒരു ഇത് ഇവിടെ അവസാനിക്കുകയല്ലേ. ഇനി പുതിയ സ്കൂള്, പുതിയ കൂട്ടുകാർ അങ്ങനെ മാറുമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ യാത്രയൊക്കെ അവസാനിപ്പിച്ചു. ഏട്ടനും ഉണ്ണിയേട്ടനും വന്ന് ഞങ്ങളെ കൂട്ടി. ഇനി ഓട്ടോയിൽ നേരെ വീട്ടിലേക്ക്.